ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ XUV 300 ഫേസ് ലിഫ്റ്റിനെ പറ്റി തന്നെയാണ്. എനിക്കറിയാം ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എന്നാൽ സാധാരണത്തിൽ നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത്, ഇൻറ്റീരിയറിൽ കുറവാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. എങ്കിൽ ഈ വീഡിയോയിൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഇപ്രാവശ്യം കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ അല്ല, ഇൻറ്റീരിയർ ആണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറേ ഫോട്ടോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ സ്പൈറ്റ് ഫോട്ടോസ് ആണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ചെറിയ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ക്യാമഫ്ലാജ് ഒക്കെ ഉണ്ട്. എന്നാലും ബേസിക്കലി നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മോഡൽ പോലെയൊക്കെ തന്നെയാണ്. സീറ്റ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസമില്ല. പിന്നെ അപ്ഹോൾസ്ട്രി ആണെങ്കിലും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺസിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ സെയിം ആണ്. ഇപ്പോൾ വൈറ്റ് സീറ്റ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. ഇത് ബേജ് എന്ന് പറയാൻ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല, കാരണം ഒരു കൈൻഡ് ഓഫ് വൈറ്റ് പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റർ കൺസോൾ ഏരിയ, അവിടെയാണ് മെയിനായിട്ട് ഈ വണ്ടിയിൽ വ്യത്യാസം വരാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് മൊത്തം ക്യാമഫ്ലാഷ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ആ വരുന്ന ഇൻഫോടൈം സിസ്റ്റം നോക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അത് അവർ മൊത്തം ക്യാമഫ്ലാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് റൂമേഴ്സ് അനുസരിച്ച് പുതിയ 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം വരും എന്നാണ് പറയുന്നത്. നമ്മുടെ XUV 700 കണ്ടതുപോലെയുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത് മാനുവൽ മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ കോൾ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊരു കിടിലൻ ഫീച്ചറായി. കാരണം നമ്മൾ ഈ സെഗ്മെൻറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ആകെപ്പാടെ സപ്പോമീറ്റർ കാറ്റഗറിയിൽ നെക്സോൺ EVയിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത്. അല്ലാണ്ട് പെട്രോൾ ഡീസൽ പവർഡ് വണ്ടികളൊന്നും തന്നെ ഇത് അവൈലബിൾ അല്ല. പക്ഷേ എന്നാൽ XUV 300 ഫേസ് ലിഫ്റ്റ് അഗെയിൻ ഈ ഒരു സംഭവം പിന്നെയും ബഡ്ജറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു ഓട്ടോമാറ്റിക് മോഡൽ ടെസ്റ്റിങ്ങിലുണ്ടായിരുന്നു. ആ വണ്ടിയിൽ നോർമൽ പാർക്കിംഗ് ബ്രേക്ക് ആണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഓട്ടോ ഹോൾഡും അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഓട്ടോമാറ്റിക് മോഡൽ ചിലപ്പോൾ സെക്കൻഡ് ടോപ്പ് പോലും ആയിരിക്കുന്നത്. അങ്ങനെ ആവാനാണ് സാധ്യത. ഇനി വേറൊരു സംഭവം നമുക്ക് പറയാൻ പറ്റുന്ന, അവർ ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് കൊടുക്കാതെ അതിൻ്റെ തൊട്ട് താഴെ മോഡലിൽ ഓട്ടോമാറ്റിക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം ജസ്റ്റ് മാക്സിമം എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് അതൊക്കെയാണല്ലോ നോക്കുന്നത്. ഏതായാലും ആ ഒരു വയർലെസ് ചാർജിങ് പാഡ് പോലത്തെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തും കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്ന AC കൺട്രോൾസ് ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല വ്യത്യാസമുണ്ട് AC കൺട്രോൾസിൻ്റെ കാര്യത്തിൽ. നമുക്കിപ്പോൾ വരുന്ന മോഡലിൽ കുറച്ച് പഴഞ്ചൻ രീതി തോന്നുന്ന പോലെയുള്ള കൺട്രോൾസ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെയുള്ള റോട്ടറി നോബ്സ് തന്നെയാണുള്ളത്. പക്ഷേ എന്നാൽ അതിൻ്റെ അകത്തൊരു മോഡേൺ ടച്ച് ഉണ്ട്. പിന്നെ ഇതെനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ XUV 500 പണ്ടുണ്ടായിരുന്ന പോലത്തെ കൺട്രോൾസ് ആയിട്ടാണ് തോന്നിയത്. കാരണം മൈൻഡയുടെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ XUV 700 എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കോർപ്പിയോ തന്നെ എടുക്കുകയാണെങ്കിലും ഒന്നിലവരെങ്ങനെ ഡിസ്പ്ലേ പോലെ കൊടുക്കാറില്ലായിരുന്നു. ജസ്റ്റ് റോട്ടറി നോബ്സ് പോലെ കൊടുക്കാറുണ്ട്. ഈ വണ്ടിയിൽ പക്ഷേ കണ്ടിട്ട് എനിക്ക് ഡിസ്പ്ലേ ഉള്ള പോലെ തോന്നി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ അടിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവിടെ ഒരു വ്യത്യാസം മെയിനായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഈ ബാക്കി കൺട്രോൾസ്, അതായത് പണ്ടത്തെ വണ്ടിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ അവർ വെച്ചു. പക്ഷേ എന്നാൽ അതിൻ്റെ കറക്റ്റ് മുകളിലല്ല ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. അത് ഈ ഹെഡ് അപ്പ് രീതിയിൽ നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോഴത്തെ മോഡേൺ വണ്ടികളൊക്കെ കാണുന്ന ഇപ്പോൾ നെക്സോണോ അല്ലെങ്കിൽ സോണറ്റോ അങ്ങനെയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കുറച്ച് എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഒരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയത് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിലൊന്നും ഒരു വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. നമുക്കിപ്പോൾ ഉള്ള അതേ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ XUV 700 സ്കോർപ്പിയോനിലും അതുപോലെ ഇനിയിപ്പോൾ പുതിയ 5 ഡോർ താർ വരുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അവർ ഒരു സ്റ്റിയറിംഗ് വീല് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയിൽ വെച്ച് ഇപ്പോഴും പഴയത് തന്നെയാണ്. ആ പുതിയ വീല് കൊടുക്കുകയായിരുന്നെങ്കിൽ കാണാൻ ഒരു പുതിയ അതായത് കാണാൻ ഒരു പുതുമ വന്നേനെ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും മാറിയതായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കറക്റ്റ് വിസിബിൾ അല്ല, എന്നാൽ പോലും അത് പണ്ടത്തെ പോലെ നോർമൽ അനലോഗ് ഡയൽസ് ആയിട്ട് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയില്ല. കാരണം അതിൻ്റെ കവറിങ്ങും സാധനങ്ങളൊക്കെ പുതിയതാണ്. അതായത് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് റിഫ്രഷ്മെൻറ്റ് വന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായും ഈ വാഹനത്തിലുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് IRVMs അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇവയൊക്കെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും ആണ് നമുക്ക് ഈ സെഗ്മെൻറ്റിലായിട്ട് പോലും ഈ വണ്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫീച്ചേഴ്സ്. അത് മഹീന്ദ്രയുടെ ഒരു വണ്ടിയിലും ഇല്ല. അതുമാത്രം ചെറിയൊരു പ്രശ്നമുള്ളൂ ഫീച്ചറിൻ്റെ കാര്യത്തിൽ. സൺറൂഫ് ഒക്കെ ഇതിൻ്റെ അകത്ത് പിന്നെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇപ്പം W4 വേരിയൻറ്റ് മുതൽ, അതായത് സെക്കൻഡ് ബേസ് മുതൽ തന്നെ മഹീന്ദ്ര സൺറൂഫ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സൺറൂഫിനെ പറ്റി ആരും ചോദിക്കരുത്, അത് തീർച്ചയായും ഈ വണ്ടിയിലുണ്ട്. ഇനി റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അവർ അത്യാവശ്യം നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സംഭവം പിന്നെയും സീറ്റ്സിൻ്റെ കാര്യത്തിലൊന്നും അല്ല. പണ്ട് ഇതിൻ്റെ ബാക്കിൽ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ടായിരുന്നു, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ബാക്കിൽ ആംറസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വ്യത്യാസം വന്നിരിക്കുന്ന AC വെൻസിൻ്റെ കാര്യത്തിലാണ്. ഈ വണ്ടിയിൽ പണ്ട് റിയർ AC വെൻസ് ഇല്ലായിരുന്നു. അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിരുന്നു. കാരണം ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റെല്ലാ വണ്ടികൾക്കും ബാക്കിൽ AC
ഇവൻ്റ് ഉണ്ട്. ഈ വണ്ടിക്ക് മാത്രമാണ് ഇല്ലാണ്ടിരുന്നത്. ഇതിനും പിന്നെ ഇക്കോസ്പോർട്ടിനൊന്നും ഇല്ലായിരുന്നു പണ്ട്. ബ്രസയിലും ആക്ച്വലി നമ്മുടെ ഈ സെക്കൻഡ് ജെൻ അല്ലെങ്കിൽ പുതിയ മോഡൽ വരുന്നതിന് മുമ്പില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു. ഈ വണ്ടിയുടെ ആ ഒരു AC ഇവൻസിൻ്റെ ഡിസൈൻ, അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കൺസോളൊക്കെ നല്ല രസമുണ്ട്. അതായത് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലെതററ്റ് ഫിനിഷൊക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ പോലെ എനിക്ക് കണ്ടിട്ട് തോന്നി. ലെതററ്റ് ഒന്നും അല്ല, സോഫ്റ്റ് ടച്ച് ഒന്നും അല്ല, നോർമൽ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രൂപകൽപ്പന നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ വണ്ടി ഇപ്പോഴും അവർ സബ്-4 ആക്കി തന്നെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബൂട്ട് സ്പേസിൽ നമുക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടുന്ന പോലെ തന്നെ 258 ലിറ്റേഴ്സിനടുത്ത ബൂട്ട് സ്പേസ് ആണ് വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത്. അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അവർ XUV 400 ഇറക്കിയ സമയത്ത് ഈ വണ്ടിയുടെ ലെങ്ത് കൂട്ടി പരിഹരിച്ചായിരുന്നു. പക്ഷേ ഈ വണ്ടി സബ്-4 പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടാക്സിലൊക്കെ വ്യത്യാസം വരും. എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ 8% എന്നുള്ളത് നേരെ 18 to 20% അടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് കമ്പനികൾ സബ്-4 വണ്ടികൾ ഇറക്കുന്നത്. അതിന് പക്ഷേ ഇത് മാത്രമല്ല, ലെങ്ത് മാത്രമല്ല, എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കാര്യമുണ്ട്. 1.2 ലിറ്റർ പെട്രോളിന് താഴെ ആയിരിക്കണം. അതായത് 1.2 ലിറ്ററിന് താഴെ ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. അതുപോലെ 1.5 ലിറ്ററിന് താഴെ ഡീസലിനാണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് വരണം. അതൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ വണ്ടി മൊത്തം ക്യാമഫ്ലാഷ്ഡ് ആണ്. അകത്ത് അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയായിരുന്നെങ്കിലും പുറത്തെ വണ്ടി മൊത്തത്തിൽ ക്യാമഫ്ലാഷ്ഡ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും അങ്ങനെ വെട്ടി കാണിക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുന്ന ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനിൽ തീർച്ചയായും മാറ്റം വരും എന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനും മാറും. അതുപോലെ താഴത്തേക്കുള്ള എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. പക്ഷേ ഹെഡ്ലൈറ്റ്സ് കുറച്ചുകൂടെ സ്ലീക്ക് ആവും. പിന്നെ ഇന്നത്തെ കാലത്തെ വണ്ടികൾ കാണുന്ന പോലെ മുകളിൽ DRL, അതുപോലെ താഴത്തെ നമുക്ക് ബമ്പറിലായിട്ട് ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ പരിപാടിയൊന്നും ഈ വണ്ടിയിലില്ല. കൺവെൻഷണൽ ടൈപ്പിലുള്ള SUVs അല്ലെങ്കിൽ കൺവെൻഷണൽ വണ്ടികൾ എങ്ങനെയായിരുന്നു ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു വാഹനം ഫോളോ ചെയ്യുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സൈഡിലത്തെ ഡിസൈൻ അല്ല, ഡിസൈനൊക്കെ സെയിം ആണ്. പക്ഷേ അലോയ്സിൻ്റെ ഡിസൈൻ, ഈ വണ്ടിയുടെ അലോയ് വീൽസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് ഇതുപോലെയാണ്. കറക്റ്റ് ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ കിട്ടുന്ന മോഡലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അലോയ്സും. ഇതും 16 ഇഞ്ച് തന്നെയാണ്. ഞാൻ ഈ ടയർ സെക്ഷൻ നോക്കിയ സമയത്ത് 205, 65 വരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളത് റെസ്റ്റ്ലൈൻ്റെ ലോഗോ ഉണ്ട്, അതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പം R16 വീൽസ് പോലെ തന്നെയാണ് തോന്നിയത്. അങ്ങനെ 17 ഇഞ്ച് ആയ പോലും തോന്നുന്നില്ല. 17 ഇഞ്ച് ആണെങ്കിൽ തീർച്ചയായും 65 പ്രൊഫൈൽ വരില്ലായിരുന്നു. 55 അല്ലെങ്കിൽ 60 ഒക്കെ ആവുള്ളൂ. ഇനി അടുത്ത വീൽ ഡിസൈൻ ഇതാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് XUV 300ൽ കണ്ടിട്ടില്ലാത്ത വീൽസിൻ്റെ ഡിസൈനാണ്. ആൻഡ് ഇത് കണ്ടിട്ട് 17 ഇഞ്ച് പോലും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മാനുവൽ ടോപ്പ് എൻ്റെ ആയിരുന്നല്ലോ, ഇത് മിക്കവാറും മാനുവൽ മോഡലിൻ്റെ വീൽസും മറ്റത് സെക്കൻഡ് ടോപ്പ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ വീൽസും വല്ലതും ആയിരിക്കും. എന്തായാലും ഇത് അലോയ്സിൻ്റെ ഡിസൈനിൽ നമുക്കൊരു ചെറിയ വ്യത്യാസം പോലെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് സംഭവം. രണ്ടും 16 ഇഞ്ച് തന്നെയായിരിക്കും. റിയർ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ആ ഒരു ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഡിസൈനൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാൽ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഈ വാഹനത്തിൽ തീർച്ചയായും വ്യത്യാസം വരും. പിന്നെ എൻജിൻ സ്പെക്സിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള 1.2 ടർബോ പെട്രോൾ ഉണ്ടാവും, അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഇത് രണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണ്. അത് ഇപ്പോൾ നമുക്ക് AMT ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അത് മാറിയിട്ട് അതിന് പകരം പുതിയ ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരും എന്ന് പറയുന്നുണ്ട്. 6 സ്പീഡ് AC സോഴ്സ് ടോക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് നല്ലൊരു മാറ്റമായിരിക്കും. കാരണം AMT ട്രാൻസ്മിഷൻ ഈ സെഗ്മെൻറ്റിൽ സത്യം പറഞ്ഞാൽ അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവാത്ത ഒരു സംഭവമാണ്. ആകെ ഈ വണ്ടിയിലും പിന്നെ നെക്സോണിലും മാത്രമേ ഇപ്പോഴും AMT ഉള്ളൂ. ബാക്കി വണ്ടികളിലൊക്കെ ഒന്നെങ്കിൽ ടോക്ക് കൺവേർട്ടർ അല്ലെങ്കിൽ ഇപ്പോൾ CVT ഒക്കെ കുറച്ച് വണ്ടികളിലുണ്ട്. അതുപോലെ ഡ്യുവൽ ക്ലച്ചിൻ്റെ ഓപ്ഷനുണ്ട്. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ XUV 300 ഫേസ് ലിഫ്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. ഈ വണ്ടി അടുത്ത വർഷം ലോഞ്ച് ഉണ്ട്. അതായത് 2024 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.